കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ച നിങ്ങൾ കണ്ടോ? സത്യം പറയട്ടെ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? വീണ്ടും സ്മൃതി പരുത്തിക്കാടിൻ്റെ ആ പാനലിൽ CPMൻ്റെ ശബ്ദമായി അഡ്വക്കേറ്റ് അരുൺകുമാർ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തോന്നിയോ? ഒരുപക്ഷെ ഇതെന്താ കഥ, ഇവർ ഈ ചർച്ചകൾ ബഹിഷ്കരിച്ചതല്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. ഇന്ന് കാര്യങ്ങൾ കുറച്ച് പ്രശ്നത്തിലാണ്. റിപ്പോർട്ടർ TVയും CPMും തമ്മിലുള്ള ആ ശീതയുദ്ധം, കൊടുത്ത ഉറപ്പ് ലംഘിച്ച ചാനൽ, അതിനിടയിൽ പെട്ടുപോയ അരുൺകുമാർ, പിന്നെ സ്വന്തം നേതാവിനെതിരെ തിരിഞ്ഞ സൈബർ സഖാക്കളുടെ പൊട്ടിത്തെറിയും. അങ്ങനെ അത്യന്തം സംഘർഷഭരിതമാണ് ഇപ്പോഴത്തെ സാഹചര്യം. കുറച്ച് നാളുകളായി കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇടത് ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് റിപ്പോർട്ടർ ചാനലും CPMും തമ്മിലുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലും CPMും തമ്മിലുള്ള പ്രശ്നം അല്ല കേട്ടോ. റിപ്പോർട്ടറിലെ മാധ്യമപ്രവർത്തകയായ സ്മൃതി പരുത്തിക്കാടും CPMും തമ്മിലുള്ള പ്രശ്നമെന്ന് എടുത്തു പറയണം. സ്മൃതി പരുത്തിക്കാട് നയിക്കുന്ന പ്രൈം ടൈം ചർച്ചകളിൽ ഇടതുപക്ഷ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. അവർ ഒരു വാചകം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവതാരക ഇടയിൽ കയറി തടസ്സപ്പെടുത്തുന്നു. UDF പ്രതിനിധികൾക്ക് ലഭിക്കുന്ന യാതൊരു പരിഗണനയും CPM പ്രതിനിധികൾക്ക് നൽകുന്നില്ല എന്നതൊക്കെയായിരുന്നു പ്രധാന വിമർശനങ്ങൾ. ഇത് വെറുമൊരു ആരോപണമായിരുന്നില്ല. ചർച്ചകൾ സ്ഥിരമായി കാണുന്ന ഏതൊരാൾക്കും എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നു. ഇതോടെയാണ് CPM അണികൾ, പ്രത്യേകിച്ചും പാർട്ടിയുടെ സൈബർ പോരാളികൾ, ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇനി ഈ അപമാനം സഹിച്ച് നമ്മുടെ നേതാക്കൾ ആ ചാനലിൽ പോകേണ്ടതില്ല എന്നവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. അണികളുടെ ഈ വികാരം മനസ്സിലാക്കി തന്നെയാണ് CPM നേതൃത്വവും ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്മൃതിയുടെ ചർച്ചകളിൽ തൽക്കാലം പങ്കെടുക്കേണ്ട, അതൊരു ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നില്ലെങ്കിലും ഒരു അപ്രഖ്യാപിത വിലക്ക് അവിടെ നിലനിന്നു. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അരുൺകുമാർ വീണ്ടും ആ ചർച്ചയിലേക്ക് എത്തിയത്? അവിടെയാണ് റിപ്പോർട്ടർ TVയുടെ ഒരു തന്ത്രപരമായ ഇടപെടൽ നടന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രൈം ടൈം ചർച്ചയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധി ഇല്ലെങ്കിൽ അത് ചാനലിൻ്റെ റേറ്റിങ്ങിനെയും വിശ്വാസ്യതയെയും എത്രത്തോളം ബാധിക്കുമെന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ CPM നേതൃത്വവുമായി ചില ഒത്തുതീർപ്പുകൾക്ക് ശ്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പഴയതുപോലെ ഇടയിൽ കയറി സംസാരിക്കുന്നതും തടസ്സപ്പെടുത്തുന്നതുമായ രീതികൾ സ്മൃതിയുടെ ഭാഗത്തു നിന്ന് ആവർത്തിക്കില്ല. കൃത്യമായ സമയം എല്ലാ പാനലിസ്റ്റുകൾക്കും നൽകാം എന്നൊരു ഉറപ്പ് ചാനലിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഈ ഒരു വാക്ക് വിശ്വസിച്ചാണ്, റിപ്പോർട്ടർ TVയുടെ അഭ്യർത്ഥന മാനിച്ചാണ് CPM വീണ്ടും തങ്ങളുടെ പ്രതിനിധികളെ അയക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസത്തെ വിഴിഞ്ഞം ചർച്ചയിൽ അരുൺകുമാർ എത്തിയത്. പക്ഷേ സംഭവിച്ചതെന്താണ്? ചാനൽ കൊടുത്ത ആ ഉറപ്പ് വെറും പാഴ്വാക്കായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. അരുൺകുമാർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ പഴയതിനേക്കാൾ ആവേശത്തിൽ സ്മൃതി പരുത്തിക്കാട് ഇടയിൽ കയറുകയും അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഒരു വാചകം പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്ലോ കളയുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. ഈ ഒറ്റ ചർച്ചയിൽ മാത്രം 5 തവണയാണ് വളരെ പ്രകടമായി സ്മൃതി അരുൺകുമാറിനെ തടസ്സപ്പെടുത്തിയത്. വിഴിഞ്ഞം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മംഗലാപുരം സന്ദർശനത്തെക്കുറിച്ച് അരുൺകുമാർ വളരെ ഗൗരവമായി ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് സ്മൃതി ഇടയിൽ കയറുന്നു. CPMന് അദാനിയോടുള്ള സമീപനത്തെക്കുറിച്ച് തീർത്തും അപ്രസക്തമായ ഒരു മറുചോദ്യം ചോദിച്ച് സ്മൃതി ആ വാദത്തെ തടസ്സപ്പെടുത്തുന്നു. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതിയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ശരി അരുൺ, ഇതിലൊരു പ്രശ്നം അദാനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു തൊട്ടുകൂടായ്മയില്ല. MSC എന്ന ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞത്ത് കുത്തകാവകാശം ലഭിക്കുന്നതിലെ വലിയൊരു ആശങ്ക അരുൺകുമാർ പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ ആ ചർച്ചയിലെ ഏറ്റവും പ്രസക്തമായ പോയിന്റ്. പക്ഷേ അവിടെയും അവതാരക അദ്ദേഹത്തെ ആശയം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരൊറ്റ കമ്പനി തന്നെ വരുന്നു. അവർ തീരുമാനിക്കും. അരുൺകുമാർ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കട്ടെ, ശരിയാണ് ഈ MSCക്ക് കുത്തകാവകാശം കൊടുക്കുന്നത് നമുക്കൊക്കെ ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്ത് സംസ്ഥാന സർക്കാരിനുള്ള അവകാശങ്ങളെക്കുറിച്ചും അദാനിയുടെ ഓഹരികളെക്കുറിച്ചും കണക്കുകൾ സഹിതം അരുൺകുമാർ സംസാരിക്കുമ്പോൾ വീണ്ടും സ്മൃതിയുടെ ഇടപെടൽ, അദാനിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും തടസ്സപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു ഭീമനെ കൂടി ഉൾപ്പെടുത്തുന്നത്. അത് പരിശോധിക്കും, ഗവൺമെന്റിനെ അറിയിക്കാതെ പരിശോധിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അരുൺകുമാർ, ഞാൻ ചോദിക്കുന്നത് അദാനിയുടെ അവകാശമായി എടുത്തുകൊണ്ട് അദാനി ചെയ്ത കാര്യമല്ല എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. അതിലാണ് ഞാൻ ചോദിച്ചത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് റിലീസിൽ നിയമ നടപടിയെക്കുറിച്ച് പറയുന്നില്ല എന്ന് അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്ന ആ നിർണായക നിമിഷം ഉടനെ വരുന്നു അവതാരകയുടെ അടുത്ത ചോദ്യം. എങ്കിൽ സർക്കാർ ഈ പദ്ധതി പാതി വഴിക്ക് ഉപേക്ഷിക്കുമോ? അദ്ദേഹം പറയാൻ വന്ന പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ പൂർണ്ണമായും മുറിഞ്ഞു പോകുന്നു. നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി, പരിശോധിക്കും.
തുടർ നടപടി എനിക്ക് എന്നതിൽ മനസ്സിലാവാത്ത നിയമ അരുൺകുമാർ, നടപടി എന്ന് അതിലാണ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു ചോദിച്ചത്. കരാർ എന്ന് പറഞ്ഞ രണ്ട് അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞ 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പാതി വഴിക്ക് നിങ്ങൾക്ക് ഇട്ടുപോകാൻ കഴിയില്ല. ചർച്ചയുടെ അവസാന ഭാഗം. കോൺഗ്രസ് പ്രതിനിധി രാജു പി നായരും അരുൺകുമാറും തമ്മിലുള്ള രൂക്ഷമായ വാഗ്വാദം നടക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ അരുൺകുമാർ ഒരു കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സമയമില്ല, ദയവായി സഹകരിക്കൂ എന്ന് പറഞ്ഞ് സ്മൃതി അദ്ദേഹത്തെ പൂർണ്ണമായും തടയുന്നു. പിന്മാറാനുള്ള ക്ലോസ് ഉണ്ടായിട്ട് പോലും ശരി. ഇവർക്ക് എതിർപ്പുണ്ടെന്ന് വേണ്ടി 10 വർഷം പിന്മാറാതെ ശരി. അദാനിക്ക് വേണ്ടി വിട്ടുവേല ചെയ്ത് ശരി, ശരി, അദാനിക്ക് ശരി. 49 കോടി വേവ് ചെയ്ത് കൊടുത്ത് അദാനി ചെയ്ത കാര്യം മാത്രം ശരി. തലയിലേക്ക് ശരി, ശ്രീ ജ്യോതിഘോഷയ്ക്ക് കൂടി അവസാനമായി സമയമില്ല. ദയവായി സഹകരിക്കൂ. ശ്രീ ജ്യോതിഘോഷ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? അങ്ങ് ശ്രീ ജ്യോതിഘോഷ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു? ഈ ചർച്ച കഴിഞ്ഞതോടെ സോഷ്യൽ മീഡിയ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വാട്സാപ്പിലും ഫേസ്ബുക്കിലും. CPM പ്രവർത്തകരുടെ മുഴുവൻ രോഷവും ചെന്നു പതിച്ചത് അരുൺകുമാറിന് നേരെയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കിയാൽ ആർക്കും അത് മനസ്സിലാകും. സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ സഖാവെ വീണ്ടും അവിടെ പോയി ഈ അപമാനം കേൾക്കാൻ? പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ലേ ചർച്ചകൾ ബഹിഷ്കരിച്ചത്? എന്നിട്ട് നിങ്ങൾ എന്തിനാ പോയത്? സ്മൃതിയുടെ ആ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? വ്യക്തിത്വമെങ്കിലും പണയം വയ്ക്കാതിരുന്നുകൂടെ എന്നിങ്ങനെ പോകുന്നു സ്വന്തം അണികളുടെ കമൻറ്റുകൾ. അരുൺകുമാറിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ പാർട്ടി ഗ്രൂപ്പുകളിൽ നടന്നു. റിപ്പോർട്ടർ TVയിലെ ചർച്ചകളുടെ ലിങ്കുകളിൽ കയറി പ്രതിഷേധം അറിയിക്കാൻ വരെ അണികൾ ആഹ്വാനം ചെയ്തു. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഒരു CPM നേതാവിനും സ്വന്തം അണികളിൽ നിന്ന് ഇത്രയും വലിയൊരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടാകില്ല. അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം ചാനലിൻ്റെ ഉറപ്പ് വിശ്വസിച്ച് പാർട്ടി പറഞ്ഞിട്ട് പോയതാണെങ്കിലും അണികൾക്ക് മുന്നിൽ അദ്ദേഹമാണ് ഇപ്പോൾ പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മറുവശം നോക്കാം. CPM പ്രവർത്തകരുടെ ഈ വികാരം അല്ലെങ്കിൽ ഈ നിസ്സഹരണം റിപ്പോർട്ടർ TVയെ ശരിക്കും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നേരത്തെ CPMന് അനുകൂലമായ വാർത്തകളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ചർച്ചകളിൽ ശക്തമായി വാദിക്കുന്ന വീഡിയോകളോ വരുമ്പോൾ ഇടത് സൈബർ ഇടങ്ങൾ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ഷെയർ ചെയ്ത് വൈറലാക്കുകയും ചെയ്യുമായിരുന്നു. റിപ്പോർട്ടർ TVയുടെ യൂട്യൂബ് ചാനലിന് വലിയൊരു റീച്ച് നൽകിയിരുന്നത് അണികളുടെ ഈ ഒരു പിന്തുണയാണ്. എന്നാൽ ഇപ്പോൾ ആ പഴയ അവസ്ഥയല്ല. അരുൺകുമാർ പങ്കെടുത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ഈ വീഡിയോയ്ക്ക് പോലും കാര്യമായ ഒരു റീച്ചും യൂട്യൂബിൽ ലഭിച്ചിട്ടില്ല. സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ചാ വീഡിയോകൾ CPM പ്രൊഫൈലുകളോ ഇടത് ഗ്രൂപ്പുകളോ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് മാത്രമല്ല അത് ബോധപൂർവം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. വ്യൂവർഷിപ്പിൽ വലിയൊരു ഇടിവാണ് ഈ അപ്രഖ്യാപിത ബഹിഷ്കരണം വഴി ചാനലിനിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സ്പേസിൽ ആക്റ്റീവായിട്ടുള്ള ഒരു വലിയ വോട്ട് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയ ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് പാനലിന് നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ ഇനി തടസ്സപ്പെടുത്തില്ല എന്ന വാക്ക് കൊടുത്ത് വിളിച്ചു വരുത്തി വീണ്ടും പഴയതുപോലെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ പണി കിട്ടിയത് അരുൺകുമാറിനാണ്. പാർട്ടി പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ വീണ്ടും ഇതേ ചാനലുകളിലേക്ക് നേതാക്കളെ പറഞ്ഞയക്കുന്ന CPM നേതൃത്വത്തിലും ഇതിൽ വലിയൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അണികൾ തന്നെ പറയുന്നു. മറുഭാഗത്ത് ഒരു വലിയ വിഭാഗം പ്രേക്ഷകരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടർ TVക്കും ഈ കളി അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? CPM നേതാക്കൾ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കണോ? പാർട്ടി നേതൃത്വം അണികളുടെ വികാരം മനസ്സിലാക്കാൻ വൈകിയോ? അതോ അവതാരകർ അവരുടെ ശൈലി മാറ്റാൻ തയ്യാറാകണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.